ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പ് സ്റ്റിച്ചിങ് തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാത്തവർക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടാപ്പിലെ ഇഞ്ച് കണക്കുമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഈ എൻ്റെ ബാക്ക് സൈഡിൽ വരുന്നതാണ് സെൻറ്റിമീറ്റർ കണക്ക്. ഈ വലിയ നല്ല ഗ്യാപ്പ് ഇട്ട് വരുന്നതാണ് ഇഞ്ച് കണക്കും. അതുപോലെ അതിൻ്റെ താഴത്ത് വരുന്നത് കണ്ടു ചെറുതായിട്ട് അടുപ്പിച്ചടുപ്പ് അത് സെൻറ്റിമീറ്റർ കണക്കാണ്. അത് നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. ഈ ഒരു പോർഷൻ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഞാനിത് സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയതല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ ടേപ്പൻ ആയിക്കോട്ടെ വിചാരിച്ച് മേടിച്ചതാണ്. അപ്പോൾ ചെറിയൊരു ഫോൾട്ട് അടിച്ചു, അത് നിങ്ങളും ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് വർഷം പഴക്കം വരുന്ന ടേപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചേരി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിൻ്റെ വക്ക് ഭാഗത്ത് കണ്ടാൽ പോയിൻറ്റിങ് അത്ര നീറ്റായിട്ട് ആ വര കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത പുതിയ ടേപ്പിൻ്റെ ലൈനാൾ കാണാണ്ടോ, ചെറിയ സ്പേസ് വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ടാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ടാപ്പ് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇഞ്ചിൻ്റെ ഭാഗം, അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുണ്ട് എൻ്റെ ഈ ടാപ്പിന്. ഇനി നമുക്ക് ഇന്നലെ ഞാൻ മെഷർമെൻറ്റ് എഴുതിയതിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് മാർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതൊന്നും ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ക്രോച്ച് ഏരിയ സെൻറ്റർ ഭാഗത്തിൻ്റെ കൂടെ 8ൻ്റെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്. സോറി, അത് തയ്യൽ തുമ്പായിരുന്നു. പ്ലസ് 3 ഇഞ്ച് കൂട്ടണം, എന്നിട്ട് കിട്ടുന്ന 11 ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്യേണ്ട. അതിൻ്റെ നല്ലൊരു വീഴ്ച പറ്റിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റി ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി പോകും. ഇനി വരും പാൻറ്റുകൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് ഒന്നുകൂടെ ഞാൻ കാണിക്കൂട്ടോ, അത് ഈ ക്രോച്ചേരി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യാം. എങ്ങനെയാണ് മാർക്കിങ് നോക്കാൻ. ഞാൻ അതുപോലെ ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ചിങ് പഠിക്കണവർ വീട്ടിൽ വരുന്ന വേസ്റ്റ് തുണി ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള തുണികൾ, അങ്ങനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തുണികളെടുത്താൽ മതിയാവും. ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അതിന് ശേഷം നോക്കി നോക്കുക, മറ്റേ സൈഡിൽ 1 2 3 4 പീസ് വരുന്നുണ്ട്, കാണാമല്ലേ. ആ ഭാഗത്ത് മാർക്കിംഗ് വരാൻ പാടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോൾഡ് മടക്ക് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ടാപ്പ് വെച്ച് നോക്കാൻ നമുക്ക് ആ ഒരു തുണിയിൽ നീളം വീതിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ തുണി ഇതുപോലെ മടക്കി കൊടുക്കാൻ. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് തുണി മടക്കി കൊടുക്കാം. അതുപോലെ വലത്തെ കൈൻ്റെ ഭാഗത്ത് ഹിപ്പും ഇടത്തെ കൈൻ്റെ ഭാഗത്ത് ബോട്ടം വരണം, അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് മാർക്കിംഗ് നോക്കാം. ഫുൾ ലെങ്ത്ത് നമ്മൾ നീളം പറഞ്ഞിട്ടുള്ളത് 25 ഇഞ്ചാണ് ഫുൾ നീളം. ഇവിടെ ഹിപ്പ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗം. താഴെ ബോട്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം 2 ഇഞ്ച് താഴോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ 2 ഇഞ്ച് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരഭാഗത്ത് വള്ളി അതല്ലെങ്കിൽ എലാസ്റ്റിക്കൊക്കെ ഇടുന്ന ഭാഗമാണ് അത് നമ്മൾ 2 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് താഴോട്ട് ഇതുപോലെ മടക്കി അടിക്കാനാണ്. സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് 22 ഇഞ്ച് കറക്റ്റായിട്ട് പാൻറ്റിൻ്റെ നീളം കിട്ടണം. അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാണ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഹിപ്പ് റൗണ്ട് അരഭാഗം നമ്മൾ എത്രയാണോ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് അതുപോലെ വരച്ച് കൊടുക്കുക, കാണാമല്ലേ. ഈ ഒരു ഭാഗമാണ് നമ്മൾ എലാസ്റ്റിക് അതിൽ വള്ളി ഇടുന്ന ഭാഗം വരുന്നത്. ഇനി താഴെ പാൻറ്റിൻ്റെ അടിഭാഗമാണ് വരുന്നത്. അത് എത്രയാണ് നമുക്ക് വേണ്ടത്? 4 + 1 5 ഇഞ്ച്. സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ചേ കിട്ടാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക, കാണാമല്ലേ. ഫുള്ളായിട്ട് നമ്മൾ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്രോച്ച് ഏരിയയാണ് കേട്ടോ. ആ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തപ്പോഴാണ് എവിടെ എന്തോ ഒരു തെറ്റ് പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. അതോട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ആ ഒരു മെഷർമെൻറ്റേ ക്ലിയർ ചെയ്ത് കൊടുത്തത്. ക്രോച്ച് ഏരിയ കണ്ടോളൂ, പുതിയ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് 11 ഇഞ്ചാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് വരുന്നത്. അതിന് ശേഷം അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഇനി നമ്മൾ 1 ഇഞ്ച് കാണാമല്ലേ, 1 ഇഞ്ച് നമ്മൾ അധികം വെച്ച് കൊടുക്കുക, കാണാമല്ലേ. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ്, കാരണം സ്റ്റിച്ചിങ് തുടങ്ങുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഇപ്പോൾ ചെയ്ത മെഷർമെൻറ്റോ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങിലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഇനി ക്രോച്ച് നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ കാണാമല്ലേ 11 ഇഞ്ചേ കിട്ടാൻ പാടുള്ളൂ. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇപ്പം നമ്മുടെ മാർക്കിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേപ്പർ വെച്ച് നോക്കി നോക്കുക. ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതുപോലെ വെച്ച് നോക്കി നോക്കുക. എല്ലാ ഭാഗവും കറക്റ്റാണ്. അതിൻ്റെ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ.
ശരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രൗസറിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ പേപ്പറിൽ കിട്ടുന്ന നീളം മാത്രമേ പാൻറ്റിന് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആ ഫോൾഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട ശേഷം അത് ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. സ്റ്റിച്ചിങ് ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരാണ്. എത്ര പഠിച്ചിട്ടും പഠിയണില്ല എന്നുണ്ടെങ്കിലൊക്കെ മെസ്സേജ് വഴി അറിയിക്കുക. എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കാണുന്നുണ്ടെങ്കിലൊക്കെ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. എനിക്കറിയാവുന്നതാണ്, ഉറപ്പായിട്ടും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും. ചെയ്ത് കാണിക്കുക വീഡിയോസ്. ഇതുപോലെ ഓരോ ഇഞ്ച് നമ്മൾ അടിഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോണതിൻ്റെ മുമ്പ് ഇത് കാണാല്ലേ, അത് ക്രോച്ച് ഏരിയ, ഇത് താഴത്തെ ബോട്ടം ഭാഗമാണ്. കാണാല്ലേ, 1 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലിൽ നമ്മൾ 1 ഇഞ്ച് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിങ് പഠിച്ചു വരുന്ന ആൾക്കാർ ഈ ഉറപ്പായിട്ട് ഈ മാർക്കിങ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് കാലിൻ്റെ അടിഭാഗം, പാൻറ്റിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിലോട്ട് ഇതാ ഒരു മടക്ക് മടക്കിയ ശേഷം ഇതാ വീണ്ടും ഒരു മടക്കും കൂടെ ചെയ്ത് കൊടുക്കുക. കാണാല്ലേ, ഇതുപോലെ മടക്കിയ ശേഷം വീണ്ടും ഒരു മടക്കും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മുടെ വെള്ള നൂലാണ് എടുത്തിട്ടുള്ളത്. കാരണം സ്റ്റിച്ചിങ് ഞാൻ ചെയ്യണത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് നൂല് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോഴുള്ള പാൻറ്റ് അത്രയും ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ നമ്മൾ ഒരു കാല് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മറ്റേ ഭാഗം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് സൈഡിലോട്ട് ഇട്ട ശേഷം വരയുടെ ഒപ്പം മാർക്ക് ചെയ്തതിൻ്റെ ഒപ്പം ഒരു മടക്ക് മടക്കിയ ശേഷം വീണ്ടും മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 കാലും പാൻറ്റിൻ്റെ 2 കാലും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാനില്ലേ? നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തിട്ടോ നോക്കി നോക്കാം. ഇപ്പോൾ 2 കാലും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നല്ല ഭാഗമാണ് കേട്ടോ, അതിൻ്റെ മുകളിലോട്ട് മറ്റേ പീസും കൂടെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. കാണാല്ലേ, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് നല്ല ഭാഗം. ഉള്ളിൽ കാണാണ്ടോ, ഇത് നല്ല ഭാഗം, ഇതും നല്ല ഭാഗം. ഈ നല്ല ഭാഗം ഒരേപോലെ വരണം. ഇനി നമുക്ക് ക്രോച്ച് ഏരിയ സെൻറ്റർ ഭാഗമാണ് കേട്ടോ, പാൻറ്റിൻ്റെ നടുഭാഗം ഇതുപോലെ 2 ഇഞ്ച് അരഭാഗത്തേക്ക് എടുത്തതിൻ്റെ പുറമെ താഴോട്ട് 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഭാഗം തന്നെ വേണമെന്നില്ല, മറ്റേ ഭാഗമാണെങ്കിലും കൊടുക്കുക. ഏത് ഭാഗമാണെങ്കിലും ക്രോച്ച് ഏരിയൻ്റെ ഒരു ഭാഗം 2 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡും നമ്മളിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം, വെക്കുമ്പോൾ നല്ല ഭാഗം അതുപോലെ ഒരുമിപ്പിച്ച് വരണം കേട്ടോ. ഇനി സ്റ്റിച്ചിങ് നോക്കിക്കോളൂ. കാലിൻ്റെ അടിഭാഗം ഒപ്പല്ലേ കറക്റ്റ് ചെയ്ത് നോക്കണം. എല്ലാ ഭാഗം ഒരേ ലെവലിൽ വെച്ച ശേഷം വേണം നമ്മൾ ആ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ആ വരമക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ കുറച്ച് ലോങ് ആണ്, ഒന്നും തോന്നരുത്. സ്റ്റിച്ചിങ് തുടങ്ങുന്ന ആൾക്കാർക്ക്, ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് അത്രയും ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് പറയണം. അതിനും വേണ്ടിയിട്ടാണ് ഈ ഫുൾ ലോങ് ആയിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ. വീണ്ടും നമ്മൾ രണ്ടാമത് സ്റ്റിച്ചും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, കാണാമല്ലേ? ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ്, ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ട് ആ പോയിൻറ്റിലോട്ട് എത്തുമ്പോൾ സൂചി തുണിയുടെ ഉള്ളിലായിട്ട് കുത്തി നിവർത്തണം കേട്ടോ. ഒന്നുകൂടി അടുത്തോട്ട് ഞാൻ കാണിക്കേണ്ടത്, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. സൂചി തുണിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിർത്തുമ്പോൾ തുണി ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരില്ല. അതിനുശേഷം ഫൂട്ട് പൊക്കി കൊടുത്തിട്ട്, കാണാമല്ലേ? ഫൂട്ട് നമ്മൾ പൊക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ സൂചി തുണിയുടെ ഉള്ളിലാണ്. ഇനി നമുക്ക് ആ തുണി എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചെടുക്കുക. ആ തുണി ഒരിക്കലും ആ സൂചിൻ്റെ ഉള്ളിൽ നിന്ന് പോരില്ല. ഇതുപോലെ സൂചി ഉള്ളിലാക്കിയ ശേഷം വേണം കേട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ.
ഇപ്പോൾ അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ പോയിന്റിലോട്ട് എത്തുമ്പോൾ സൂചി ഉള്ളിലാക്കി ഫൂട്ട് പൊക്കിയ ശേഷം തുണി പഴയ പോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനിതാ തിരിച്ച് ഒരു സ്റ്റിച്ചും കൂടി അടിച്ചതിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രോച്ച് ഏരിയ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡും കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റേ സൈഡും കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ? ഇപ്പോൾ നമ്മുടെ 2 സൈഡ് ക്രോച്ച് ഏരിയ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാവാനാണ് കേട്ടോ ഓരോ പ്രാവശ്യം എഴുതി കൊടുക്കണം, ഓരോ ഭാഗം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം. കാണാമല്ലേ? ഇനി നമുക്കിത് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുകയാണ്. പാൻറ്റാണ് പറഞ്ഞാലൊരു കുട്ടി ട്രൗസർ ലെങ്ത്ത് നീളം കൊടുക്കണതിനനുസരിച്ചിട്ട് കറക്റ്റ് പാൻറ്റിൻ്റെ ഒരു രൂപത്തിൽ എത്തിട്ടോ. ഞാൻ വീണ്ടും പറയണം, ന്യൂസ് പേപ്പറിൽ കിട്ടുന്ന ഒരളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സൈഡിലോട്ട് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോട്ടം എത്ര ഇഞ്ചാണ് നമുക്ക് വേണ്ടത്? 4 ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത്. 4 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്ത ശേഷം ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം അതിലോട്ട് ഷേപ്പ് വരച്ച് കൊടുക്കണം കേട്ടോ. മറ്റേ സൈഡിൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ആ മാർക്കിങ്ങിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കി നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത്. നോക്കി നോക്കാം. ഇതുപോലെ വെച്ച ശേഷം കാലിൻ്റെ അടിഭാഗം രണ്ടും ഒപ്പം വെച്ച ശേഷം ഇതുപോലെ വെച്ച ശേഷം കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ കെട്ടിട്ട് കൊടുക്കുക. അതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഞാൻ സാധാ മെഷീനിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുപോലെ ക്രോച്ച് ഏരിയൻ്റെ സെൻറ്റർ ഭാഗം എപ്പോഴും ഒപ്പായിട്ട് നിൽക്കണം കേട്ടോ. ഒരിക്കലും കയറ്റിറക്കാൻ പാടില്ല, അവിടെ കറക്റ്റ് ആവണം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാമല്ലേ? വലിച്ച് പിടിക്കുകയെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി നമ്മളിതാ സൂചി അതിൻ്റെ ഉള്ളിൽ വീണ്ടും കുത്തി നിവർത്തി. കാണാമല്ലേ? വീണ്ടും സൂചി ആ തുണിൻ്റെ ഉള്ളിൽ കുത്തി വെച്ച ശേഷം ഫൂട്ട് പൊക്കി തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ തുണി എന്താ പറയുക, സൂചി അതിൽ കുത്തി നിവർത്തിയാൽ തുണി അങ്ങോട്ടും പോരൂല. നമ്മൾ തിരിക്കുക എന്ത് ചെയ്യുകയാണെങ്കിലും തുണി പോരൂല. അതിന് വേണ്ടിയിട്ടാണ്. ഇതതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുകയാണ്. എപ്പോഴും ഈ 2 സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഷേപ്പ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ പാൻറ്റ് സ്റ്റിച്ചിങ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കാണാമല്ലേ, നല്ല ഭാഗത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാൻറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരഭാഗം മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. കാണാമല്ലേ? ചെറിയൊരു പാൻറ്റ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റാണോ നോക്കുക. ക്രോച്ച് ഏരിയൻ്റെ ഭാഗം കണ്ടില്ലേ? ഇനി നമുക്ക് അരഭാഗത്തെ ഓപ്പൺ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു ഓപ്പണ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയെല്ലാം അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വളരെ എളുപ്പമാണ്. അത്രയും കറക്റ്റ് ചെയ്തിട്ട് നോക്കുക. പാൻറ്റിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഇട്ട് കൊടുക്കരുത്. അതിന് ശേഷം ഈ ഓപ്പണായിട്ട് തുറന്ന് കിടക്കുന്ന ഭാഗം കാണാമല്ലേ, ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു തുണി എടുക്കുക, ഒരു ഭാഗം എടുക്കുക കേട്ടോ. നല്ല ഭാഗം വെച്ച് കൊടുക്കണേ. അതിൻ്റെ ഈ ഒരു തുണി എടുത്ത ശേഷം ഒരൊറ്റ പീസ്, ഒരു ഭാഗത്തേക്ക് വരുന്ന പീസ് എടുത്ത ശേഷം ഇതുപോലെയാണ് കിട്ടേണ്ടത്. അതിനൊരു എളുപ്പ പണിയാണ് ഈ പറയുന്നത്. ഇതിൻ്റെ വക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ വക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വക്ക് കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റാക്കിയിട്ട് ആ ഒരൊറ്റ തുണി മാത്രമേ പെടാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം നോക്കുക, ആ ഒരൊറ്റ തുണി മാത്രം എടുക്കുക. അതിൽ നിന്ന് ആ തുണിൻ്റെ വക്ക് ഭാഗം മാത്രം ഒന്ന് കുറച്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാനല്ലേ? ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മറ്റേ സൈഡത്തെ ആ ഒരു ഭാഗം കാണാനല്ലേ, ഈ ഒരു ഭാഗം അതിൻ്റെ വക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ? ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ വക്കും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ആ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
നമുക്കിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 വക്കും നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് നൂല് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്നെന്താ വെച്ചാൽ അത്രയും ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് ഡാർക്ക് കളറിൽ ലൈറ്റ് കളർ നൂലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇതാ ഇതുപോലെ വെച്ച ശേഷം കാണാമല്ലോ നമ്മൾ സ്റ്റിച്ചിങ്. ഇനി ആ 2 സൈഡും അപ്പുറത്ത് ഇതാ ഇതുപോലെ 2 സൈഡൊക്കെയായിട്ട് വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ വക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അതിൻ്റെ വക്കിന് തന്നെ സ്റ്റിച്ചിങ് വരണം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്റർ ഭാഗം കറക്റ്റാക്കി വെക്കണം കേട്ടോ. 2 മടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് ആ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ സൂചി വീണ്ടും കുത്തി വെച്ച ശേഷം ഫൂട്ട് പൊക്കി കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് നോക്കിക്കോളൂ. ഫൂട്ട് പൊക്കി കൊടുക്കുകയാണ്. സൂചി അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഫൂട്ട് നമ്മൾ പൊക്കി കൊടുക്കുകയാണ് കേട്ടോ. കാണാമല്ലേ. ഇനി തുണി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ സൂചി തുണിയുടെ ഉള്ളിലാണ്, നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ്. ഇനി താഴ്ത്തി വെച്ച ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ വക്കിനെത്തുമ്പോൾ വീണ്ടും നമ്മൾ സൂചി അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാണാമല്ലേ. ഇനി ഫൂട്ട് പൊക്കി കൊടുത്തത് വീണ്ടും തുണി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഭാഗങ്ങൾ എപ്പോഴും ചെയ്ത് പഠിക്കണം കേട്ടോ. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ട് കാണിക്കേണ്ടത്. ഇത് മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. ഇപ്പം കാണാമല്ലേ, നമുക്ക് കറക്റ്റ് ചുരിദാറിൻ്റെയൊക്കെ സൈഡ് ഓപ്പൺ പോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക, പാൻറ്റിന് വള്ളി അതല്ലെങ്കിൽ ചാട്ടൊക്കെ ഇടേണ്ട ഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അരഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ പാൻറ്റ് നമ്മളെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആണ് കേട്ടോ. കാണാമല്ലേ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു തുറന്ന ഭാഗം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്ക് സൈഡിലോട്ട് ഇട്ട ശേഷം നമ്മൾ ആ 2 ഇഞ്ചാണ് അരഭാഗത്ത് എലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളിൻ്റെ ഭാഗത്തേക്ക് 2 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. അതുപോലെ ബാക്ക് സൈഡിൽ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക, അതിലോട്ട് വരച്ച് കൊടുക്കുക കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാൻറ്റ് എന്തായാലും നല്ല വശത്തേക്ക് തിരിച്ചിടണം കേട്ടോ. നല്ല വശത്തേക്ക് ഇട്ട ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ആളുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. കാണാനല്ലേ, ഇതുപോലെ മടക്കി വെച്ച ശേഷം ഹിപ്പ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മാർക്കിങ്ങിലേക്ക് ഒരു മടക്കും, അത് കഴിഞ്ഞിട്ടൊരു മടക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും നോക്കണം. ഇതുപോലെ ആ മാർക്കിങ്ങിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് മടക്കുക, വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ട് നോക്കിയ ശേഷം വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓരോ ഭാഗവും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം അതുപോലെ മടക്കി വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം നമ്മുടെ പാൻറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ, ഇപ്പം നമ്മുടെ പാൻറ്റ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ കേട്ടോ. ഈ ഒരു പോർഷൻ എന്തിനാ അറിയോ, നമ്മളെ വള്ളി ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാനുള്ളൊരു പോർഷനാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ എല്ലാവരും മെഷർമെൻറ്റ് നോക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് അതുപോലെ കാണാം കേട്ടോ. ക്രോച്ച് ഏരിയ 11 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്ത് 22 ഇഞ്ച് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.